ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂട്യൂബർമാർക്കും വ്ളോഗ് ചെയ്യുന്നവർക്കെല്ലാം ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ചങ്ങായിമാരെ. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ പൈസക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു മൈക്കുമായിട്ട്, അതായത് ആ മൈക്കിനെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് കേട്ടോ ചങ്ങായിമാരെ മൈക്ക്. ഞാൻ പറഞ്ഞ ഡിജിടെക്കിൻ്റെ മൈക്കാണ്. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത കേട്ടോ. ഇതിങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇതിന് പുറത്തൊരു കവറുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പൊളിച്ച് ഞാൻ ശരിക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളോട് റിവ്യൂ പറയാൻ വെച്ചിട്ട് ഞാൻ നിന്നത്. 1-2 ആഴ്ചക്ക് മേലെയായി ഇതെൻ്റെ കൈമ കിട്ടിയിട്ട്. ഞാൻ ശരിക്കും ഉപയോഗിച്ച് നോക്കി. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. അതിനുശേഷം ഞാൻ നിങ്ങൾക്കൊന്ന് അൺബോക്സിങ് വീഡിയോ ഇട്ട് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ഞാൻ പൊളിച്ച് ഉപയോഗിച്ചതാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. ഇത് പൊളിച്ച് എടുക്കുമ്പം ഇതാ ഇങ്ങനൊരു ബോക്സ്, പിന്നെ ഇങ്ങനൊരു പൗച്ചും കിട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഇത് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ എന്താ ഇങ്ങനെയാണുള്ളത്. ഒരു റിസീവർ ഉണ്ട്, 2 ട്രാൻസ്മിറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഐഫോൺ കണക്ട് ചെയ്യാൻ പറ്റിയ കേബിളാണ്. പിന്നെ 2 ട്രാൻസ്മിറ്റർ വേണ്ടെങ്കിൽ ഒരുമിച്ച് കണക്ട് ചെയ്യുക. എല്ലാവരുടെ റിസീവറും ഒരു ട്രാൻസ്മിറ്ററും കണക്ട് ചെയ്യുക. 2 ഒരുമിച്ച് കണക്ട് ചെയ്യുക. അതാണ് ഈ കേബിളിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ മേലെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, പ്രൊഹിബിറ്റ് ചാർജിങ്. ഏത് സാധനത്തിൻ്റെ ആണ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ക്യാമറേൻ്റെ കേട്ടോ ഇത്. പിന്നെ ക്യാമറേൻ്റെ ആണ് തിരിച്ചറിയാൻ വേണ്ടി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിന് 2 കറുത്ത ഒരു ഇതാണുള്ളത്. ഫോണിൻ്റെ ആകുമ്പോൾ 3 ഉണ്ടാവും കേട്ടോ. എന്താ കണ്ടോ, ഫോണിൽ എഴുതിയിട്ടുണ്ടോ? ഇതിന് 3 ഉണ്ട്. എന്താ ശരിക്കും അങ്ങനെ തിരിച്ചറിയാം. ഇത് ടൈപ്പ് സി ടു ഫോണ്, അതേപോലെ തന്നെ ടൈപ്പ് സി ടു ക്യാമറേൻ്റെ അകത്ത് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഒന്നുകൂടി ഉണ്ട്. ഇത് ടൈപ്പ് സി ടു ടൈപ്പ് സി. ഇപ്പോൾ അധികം ഫോണും ടൈപ്പ് സി എല്ലാമാണല്ലോ വരുന്നത്. എല്ലാം ജനറലൈസ് ചെയ്തിട്ട് എല്ലാ ഗാഡ്ജറ്റ്സിൻ്റെയും ചാർജിങ് പോർട്ട് ടൈപ്പ് സി ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് സി ടു ടൈപ്പ് സി ആക്കിന്. പിന്നെ ഒരു കേബിൾ കൂടിയുണ്ട്. ഇത് നമുക്ക് സൗണ്ട് ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിൾ കേട്ടോ. ഇയർഫോണുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഇയർഫോൺ കുത്തിയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ. ഇത് വേറെ ഏതെങ്കിലും കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഏതെങ്കിലും ഇത് കണ്ടിട്ടില്ല കേട്ടോ പറയുന്നത്. ഇത് ആദ്യമായിട്ട് ഡിജിടെക്കിലാണ് ഞാൻ കണ്ടത്. വേറെ എല്ലാം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് വിൻഡ് മഫ്. ഇതും നല്ലൊരിതാണ്. എയറൊക്കെ ഉള്ള കാറ്റെല്ലാം അടിക്കുന്ന സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ കുറേയൊക്കെ സൗണ്ട് ക്ലാരിറ്റി നമുക്ക് നിലനിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കെന്നാൽ ഈ വിൻഡ് മഫ് ഇട്ട് നോക്കാലോ. കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇതിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇത് ഈ മൈക്കിൻ്റെ എന്താ ഈ ഒരു പോർഷൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അമർത്തിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇന്ന് അമർക്കുക, തിരിക്കുക, കഴിഞ്ഞു. സിമ്പിൾ. അപ്പം നമുക്കെന്നാൽ ഈ മൈക്ക് വെച്ചിട്ട് അതിൻ്റെ സൗണ്ടിലൂട്ട് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ആദ്യം തന്നെ ഈ റിസീവറിനെ പറ്റി പറയുകയാണെങ്കിൽ റിസീവറിൻ്റെ ഈ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ ഉണ്ട് കേട്ടോ ചങ്ങായിമാരെ. അതേപോലെ ഇവിടെ വോളിയം കൂട്ടാനും വോളിയം കുറക്കാനും. പിന്നെ ഇതിൻ്റെ അകത്ത് ബാറ്ററി ചാർജിങ്ങിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ഇത് ട്രാൻസ്മിറ്ററും റിസീവറും പെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരിതാണ്. പെയർ ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക്. മൈക്കിൻ്റെ ഇത് മൈക്ക് ഓണിൻ്റെ എക്കോൻ്റെ ഇതാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഉണ്ട്. ട്രാൻസ്മിറ്ററിൽ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. മേലെ എന്താ എക്കോൻ്റെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അവിടെ ഞെക്കിയാൽ എക്കോൻ്റെ സൗണ്ടിൽ കിട്ടും കേട്ടോ നമുക്ക്. ഇവിടെ ഒരു
ചാർജ് ചെയ്യുന്ന പിന്നെ ചാർജ് ചെയ്യാനല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഇയർഫോൺ കുത്തിയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇത്. അതേ സെയിം തന്നെ അതിൻ്റെ അകത്തും വരുന്നത്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം ഇത് ഓൺ ആക്കുക, ഈ സ്വിച്ച് ഞെക്കിയിട്ട്. ഇപ്പോൾ പച്ച കത്തും. ഇവിടുത്തെ ഇത് പിന്നെ ട്രാൻസ്മിറ്ററിലേക്ക് കണക്റ്റ് ആവാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കേട്ടോ. ട്രാൻസ്മിറ്റർ ഓണാക്കി പെയറായ ഒപ്പം അത് നിൽക്കും. കണ്ടോ, കത്തി നിൽക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഈ മൈക്ക് ഇവിടുത്തെ സ്വിച്ച് ഇത് ഊരി വെക്കട്ടെ. ഈ സ്വിച്ച് ഞെക്കിയാൽ എക്കോലായിരിക്കും കേൾക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇതിനെ ഓണാക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് പെയറാവും, നമ്മളൊന്നും ചെയ്യേണ്ട. കണ്ടോ, ഇത് പെയറായതുകൊണ്ടാണ് ഇത് ബ്ലിങ്ക് ആകുന്നത് നിന്നത്. ഇനി ഒന്ന് ഫോണിൽ കണക്ട് ചെയ്യുക, റിസീവർ ഫോണിൽ കണക്ട് ചെയ്യുക, മൈക്ക് നമ്മളിവിടെ വെച്ച് സംസാരിക്കുക വേണ്ടത്. അതുപോലെ തന്നെ ഒരേ സമയത്ത് നമുക്ക് ഒരു മൈക്ക് മാത്രം, രണ്ട് മൈക്ക് കുത്തിയിട്ട് രണ്ടാൾ കുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മൈക്ക് മാത്രമേ ഉപയോഗിക്കണ്ടെങ്കിൽ ഈ മൈക്കിൻ്റെ ഇവിടെ ഒന്ന് ഞെക്കിയാൽ മതി. കണ്ടോ, ഈ റെഡായിട്ടുണ്ടോ? ഈ റെഡായ സമയത്ത് മൈക്ക് വർക്ക് ചെയ്യില്ല. ഞെക്കിയാൽ ആയി. നമുക്കിപ്പോൾ ഒരു മൈക്ക് മാത്രം മതി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മൈക്ക് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ചങ്ങായിമാരെ, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഡിജിടെക്കിൻ്റെ മൈക്കിലാണ് നിങ്ങൾ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ സൗണ്ട് എത്ര ദൂരം വരെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ബാക്കോട്ട് പോയി നോക്കാം. 30 അടി എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. നമുക്ക് നോക്കാം. ബാക്കോട്ട് പോയി നോക്കട്ടെ. കേൾക്കുന്നുണ്ടോ? ഹലോ, ചെക്കിങ് മൈക്ക് ടെസ്റ്റ്. ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഹലോ. ഇത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാൻ വേണ്ടി പറ്റൂ കേൾക്കുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് നടന്നു നോക്കാം, എന്താ അവസ്ഥ എന്നറിയില്ല. ഇപ്പം ദൂരം ഏകദേശം അതിലധികമായിട്ടുണ്ടാവും തോന്നുന്നു. ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി കേട്ടോ. എല്ലാവർക്കും പിന്നെ തുച്ഛമായ വിലക്ക് നല്ലൊരു സൗണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. തുടക്കക്കാർക്ക് മാത്രമല്ല, ലോ ബഡ്ജറ്റിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. ഞാനിത് ഉപയോഗിച്ച് ശേഷമാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അല്ല തമ്പുരു? പട്ടണത്തിലെ കൊട്ടകയിലെ സിനിമ കട്ടിത്തരാം, ഒത്തിരി പലഹാരം നമ്മൾ കൊണ്ടുവന്ന് തരാം, നല്ല സ്നേഹം കാട്ടിത്തരാം, നമ്മളുടെ ജീവൻ തന്നെ തരാം. മധുരയിൽ കാണും ഒരു മുന്തിരി പോലെ, എന്താ സങ്കലമില്ല തരി നമ്മളെ ഇഷ്ടം, ഒന്ന് വേഗം ചൊല്ലു, ഒന്ന് വേഗം ചൊല്ലു. രാമൻ സീതയെ നോക്കി മഴ കാവന്നിത് തരാം, പിന്നാലെ നടന്നതിൽ പിണങ്ങലെ നീ, കണ്ണാളെ എറിഞ്ഞതിൽ പിണങ്ങലെ നീ. അകിയം പാട്ടിനു അകിയ അകിയം പാട്ടിനു, അകിയം പാട്ടിനു അകിയ അകിയം പാട്ടിനു. ചങ്ങായിമാരെ, അത്യാവശ്യം ദൂരത്ത് നിന്ന് തന്നെ തമ്പുരു പാടിയ വോയിസാണ് നിങ്ങളിപ്പം കേട്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ 4400 ഉറുപ്പിക്കാണ് ഞാൻ ഇത് മേടിച്ചത്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തമ്പുരു എന്താ പറയണ്ട? ബായ് പറയില്ല, എന്താ പറ? തമ്പുരിനെ പിറുക്കി അടിച്ചിട്ട് എന്തെല്ലാം ആക്കുന്നുണ്ട് പോലും. പിറുക്കല്ല, കൊതുക. അപ്പോൾ വേറെ എന്നാ പറയേ ചങ്ങായിമാരോട്? നീ കുറേ സ്ഥലം ചങ്ങായിമാർ കാണാതെ പറ. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറ. അങ്ങ് നോക്കിയിട്ട് പറ, ക്യാമറ നോക്കിയിട്ട് പറഞ്ഞാ. എൻ്റെ എന്തെങ്കിലും ഉണ്ടോ? ഡാൻസ് ആയിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജീൻ തമ്പുരും. ഓക്കെ, ബായ്.